ഹായ്, ഐ എം ഹിബ. നീറ്റ് 2025 ഇപ്പോൾ കഴിഞ്ഞു. നീറ്റ് 25 ഓൾ ഇന്ത്യ റാങ്ക് 2163 ആൻഡ് കേരള റാങ്ക് 129 ആയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് വിൽ സപ്പോർട്ട് ആൻഡ് ദിസ് വീഡിയോ ഈസ് ഫോർ ഡ്രോപ്പേഴ്സ്. എന്നുവെച്ചാൽ ഞാനൊരു 2 ഇയർ ഡ്രോപ്പറാണ്. ഞാൻ റിപ്പീറ്ററാണ്. ഞാൻ ബ്രില്യൻറ്റിലാണ് പഠിച്ചത്. സോ ഇഫ് യു ആർ ഡ്രോപ്പർ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. സോ റിപ്പീറ്റിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാവും. അതിൽ ചില ടോപ്പിക്സ് ഒന്നും നമ്മൾ വായിച്ചിട്ടേ ഉണ്ടാവില്ല. ചില ടോപ്പിക്സൊക്കെ വായിച്ചു തന്നെ അറിയുന്നത് തന്നെ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഉറക്കം ശരിയായി ഉണ്ടാവില്ല, ഫുഡ് നോർമലി കഴിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ലാസ്റ്റ് നീറ്റ് വരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ലാസ്റ്റ് ആ നീറ്റിൻ്റെ ദിവസം എന്തെങ്കിലും അസുഖമൊക്കെ വരും. ചിലപ്പം ബോധം കെട്ട് വീഴും, ചിലവർക്ക് ഭയങ്കര പാനിക്കൊക്കെ വരും. സോ അതൊന്നും ചെയ്യാണ്ടിരിക്കുക. ഞാൻ തുടക്കത്തിലൊക്കെ 6 hours 6.5 hours അപ് ടു 7 അതുവരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോർമലാണ്. ചിലരിങ്ങനെ പറയും, ഞാൻ കൂടുതലായിട്ട് ഉറങ്ങുന്നത്, ഞാൻ രാവിലെ എണീക്കണില്ല, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോവുകയാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഒരു ഡീപ്പ് സ്ലീപ്പ് എടുക്കുക. ഇത്ര സമയം ലോങ് ആയിട്ട് ഉറങ്ങുക. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇന്ന് ഞാൻ 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ, ഉറങ്ങണുള്ളൂ, ബാക്കിയുള്ള സമയം പഠിക്കട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പഠിക്കണമെങ്കിൽ കൂടെ പിന്നെയും 4 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ ടോട്ടലി 8 hours പോയി. സോ ആ 8 hours ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡേ ഫുള്ള് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അത് ചിലരൊക്കെ രാത്രി 4 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ 12 മണിക്ക് 2 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് 2 മണിക്കൊക്കെ കിടന്നെന്ന് വിചാരിക്കുക. എന്നിട്ട് 6 മണിക്ക് എണീക്കും. എന്നിട്ട് നേരെ ക്ലാസ്സിന് ഡ്രസ്സ് മാറ്റി ക്ലാസ്സിന് പോകും. എന്നിട്ട് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് 4 മണിക്കൂർ അവിടെ കിടന്നുറങ്ങും, ക്ലാസ്സിലിരുന്ന് ഉറങ്ങും. ചില ടീച്ചേഴ്സ് ചീത്ത പറയും, ചില ടീച്ചേഴ്സ് ഒന്നും പറയില്ല. കാരണം അവർക്കൊന്നും പോകാനില്ല, നമുക്കാണ് പോണത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഉറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരു ലോങ് അവർ ഉറങ്ങിയിട്ട് പഠിക്കുന്ന ക്ലാസ്സിലൊക്കെ എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം എഫക്റ്റീവാക്കാൻ ഞാൻ പറയുന്നത്, ടീച്ചേഴ്സൊക്കെ നമുക്ക് ഓരോ ടിപ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുതരും. അതൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ എനിക്ക് കുറേ പേര് പറഞ്ഞതൊക്കെ എനിക്ക് എന്താ പറയുക ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, അവർ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കതിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാം. ആൻഡ് പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട്, ഇപ്പോൾ നമ്മൾ ഞാനൊരു റിപ്പീറ്ററായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നത്, ഞാൻ +1 പഠിച്ചു, +2 പഠിച്ചു, റിപ്പീറ്റ് പഠിച്ചു, അതൊക്കെ അപ്പോഴൊക്കെ ഈ സെയിം ക്ലാസ്സാണ് കേൾക്കുന്നത്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇനി റിപ്പീറ്റർ ആയതുകൊണ്ട് എനിക്കിനി ക്ലാസ്സൊന്നും കേൾക്കണ്ടല്ലോ, എനിക്കിതൊക്കെ അറിയാം, ഞാൻ എല്ലാം പഠിച്ചതാണ്, എനിക്കെല്ലാം തിയറി അറിയാം, ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ പോരായ്മ കൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്ന്. പക്ഷെ ഞാൻ ഫസ്റ്റത്തെ കുറച്ച് ദിവസം ടീച്ചേഴ്സ് അങ്ങനെ പറയുമ്പോൾ ഒന്ന് ഇരിക്കി ക്ലാസ്സിലിരുന്ന് കേൾക്കുമെന്ന് പറയും. ഞാൻ ഫസ്റ്റത്തിന് ഒരു മാസം ക്ലാസ്സിലിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് അറിയാത്ത ചില ടോപ്പിക്സ്, ഹോൾ ടോപ്പിക്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ചില ടോപ്പിക്സ് ഒന്നും നമ്മൾ ആദ്യമായിട്ട് കേൾക്കണ, അല്ലെങ്കിൽ ചിലപ്പം അത് നമുക്ക് ഓൾറെഡി എടുത്ത് തന്നിട്ടുണ്ടാവും, പക്ഷെ അപ്പം നമ്മുടെ മൈൻഡിൽ കയറാത്തതൊക്കെ ഇപ്പോൾ കയറും. അങ്ങനെ കുറേ ടോപ്പിക്സ് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ബയോളജി ഇത്ര വീക്കാണ് ഞാനെന്ന് അറിയണത് ഞാൻ ബ്രില്യൻറ്റിൽ വന്നിട്ടാണ്. ഞാൻ റിപ്പീറ്റാണ് ബ്രില്യൻറ്റിൽ ചെയ്തത്. അപ്പോൾ ഞാൻ ബയോളജി ഇത്രയ്ക്ക് വീക്കാണ്, എനിക്ക് ഇത്രയ്ക്ക് ബയോളജിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. എനിക്കിങ്ങനെ NCERT മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ NCERT ഇങ്ങനെ വായിക്കാൻ അറിയാം, അല്ലാണ്ട് NCERTന് ഇൻഡയറക്റ്റ്ലി അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നീ 2025 കുറേ ഇൻഡയറക്റ്റ് എന്നല്ല കുറച്ചൊക്കെ. അപ്പോൾ NCERT ഇങ്ങനെ ലൈൻ ബൈ ലൈൻ വായിച്ച് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ക്വസ്റ്റ്യൻ ചെയ്യാത്തൊരു കുട്ടിക്ക് അത് കിട്ടണമെന്നില്ല. അപ്പോൾ അത് ബ്രില്യൻറ്റിൽ വന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് ബയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, എങ്ങനെയൊക്കെ വരാം, ഒരു ചാപ്റ്ററിൽ നിന്ന് അവർ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇടും. വീക്ക്ലി ടെക്സ്റ്റിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമുക്കൊക്കെ അറിയാമെന്നുള്ളൊരു ധാരണ ഫസ്റ്റ് ഒഴിവാക്കുക. ആൻഡ് എനിക്കൊന്നും അറിയില്ല, ഞാനൊരു +1 +2 ഓർ റിപ്പീറ്റിന് ഞാൻ ജസ്റ്റ് വന്നതാണ്. സോ എനിക്കിതൊന്നും അറിയില്ല, എനിക്കിതൊക്കെ ഫുള്ളായിട്ട് കേൾക്കണം എന്നുള്ള രീതിയിലിരിക്കുക ക്ലാസ്സിൽ. ഇപ്പം ചിലവരൊക്കെ ക്ലാസ് കേൾക്കും,
എന്നിട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആ സാർ എടുത്ത് മനസ്സിലായില്ല, എനിക്ക് ആ ഭാഗം മനസ്സിലായില്ല എന്നൊക്കെ പറയും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ മനസ്സിലാവാത്തത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ആ ടീച്ചറിനോട് പറയാം, എനിക്ക് ഈ ടോപ്പിക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഒന്നെങ്കിൽ ആ സാറ് പറയും ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ വലിയ ടോപ്പിക്കൊക്കെ എന്നുണ്ടെങ്കിൽ ചിലപ്പം സ്റ്റാഫ് റൂമിലോട്ട് വരാനോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാണ്ട് അത് അപ്പം തന്നെ അന്ന് തന്നെ ക്ലിയർ ചെയ്യാം. അന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയിട്ട് കാണാമല്ലോ. അപ്പോൾ ടാബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ടാബിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് അന്ന് തന്നെ ക്ലിയർ ചെയ്യാം. ഈ ഇയർ ഫുള്ളായിട്ട് ഒരു പ്ലാന് ചൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് പ്ലാന് മാറ്റാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഫസ്റ്റ് എന്താണോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പം നമ്മുടെ റൂംമേറ്റ്, ഞങ്ങളത് ഡബിൾ റൂമായിരുന്നു, അപ്പോൾ എനിക്ക് റൂംമേറ്റ് ഉണ്ട്. അപ്പോൾ അവളുടെ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ വേറെയാണ്, ഇന്നത് വേറെയാണ്. അവൾ ലേറ്റ് നൈറ്റ് ഇരിക്കും, കൂടുതലിരിക്കും, എനിക്ക് ലേറ്റ് നൈറ്റ് പറ്റൂല. അപ്പം നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അവരെന്താണോ ചെയ്യുന്നത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യുന്നത് അവർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക, നമ്മുടെ രീതിയിൽ ഉറങ്ങുക, ഫുഡ് കഴിക്കുക, വൃത്തിക്ക് പഠിക്കുക. ആൻഡ് ദെൻ അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾസ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻ ആയിരിക്കാം, എന്താണേലും നെഗറ്റീവ് പറയാമെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ ഇപ്പോൾ കാര്യം, ഇങ്ങനെ മാർക്കൊന്നും കയറുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ സുഖമാണല്ലോ, ഫോളോ ചെയ്യാതിരുന്നാൽ മതി. പിന്നെ ഹോസ്റ്റലിൽ ഇഷ്ടംപോലെ വാർഡൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, അവരോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് നമ്മുടെ സങ്കടം തീർക്കാം. അല്ലാണ്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് വിളിച്ചാൽ മാത്രമേ എൻ്റെ സങ്കടം തീരുള്ളൂ, ആരും വിളിക്കാനേ എനിക്ക് ഉറക്കം വരില്ല, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. എന്നുവെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കിക്കാണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യരുത്. നെഗറ്റീവ് പറഞ്ഞവരൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മളിവിടെ വന്നത്, ആരും നമ്മളെ ഫോഴ്സ് ചെയ്ത് വന്നതല്ല. അപ്പോൾ നമ്മൾക്കിനി ഈ ഒരു വർഷം എന്തായാലും നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ വരിക നമ്മൾ. കാരണം നമ്മൾ ഇപ്പോൾ എനിക്ക് എൻ്റെ 2 വർഷം പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ സക്സീഡായി, എനിക്കിത് കിട്ടി. അതിപ്പോൾ നല്ലൊരു മെഡിക്കൽ കോളേജല്ല, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ എനിക്ക് കിട്ടിയാൽ മതി എന്നാണ്. അപ്പോൾ അതെനിക്ക് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 2 വർഷം എനിക്ക് നഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി. അപ്പോൾ അതേപോലെ നെഗറ്റീവ് പീപ്പിൾസിനൊക്കെ അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാവും. രാത്രിയൊക്കെ നമ്മൾ ഒറ്റക്കായിരിക്കും, രാവിലെയൊക്കെ ഒറ്റക്കായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും മൈൻഡിൽ വരാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഡിസ്റ്റർബൻസ് ആണ്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് തന്നെ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ 2 ടോപ്പിക്ക് ഇന്ന് എടുക്കും, ബാക്കി പിറ്റേ ദിവസം എടുക്കാമെന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ തീരട്ടെ, ഈ ചാപ്റ്റർ തീർന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. കാരണം ചില ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, അതൊക്കെ ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പഠിക്കാൻ തന്നെ വേണം. ലോസ് ഓഫ് മോഷനൊക്കെ പ്രത്യേകിച്ച് ടോപ്പിക് വൈസ് തന്നെ പഠിക്കണം. അപ്പോൾ ഇന്ന് ഈ ടോപ്പിക്ക് എടുത്താൽ അതിപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഡേ സ്കോളർ ആണെങ്കിലും ഒക്കെ എന്നിട്ട് അവിടുന്ന് കറക്റ്റായിട്ട് പഠിക്കുക മീൻസ് ഇന്ന് ക്ലാസ്സിൽ നിന്ന് സാറ് നോട്ട് ചെയ്ത് തന്നത് അതേപോലെ പോയിരുന്ന് പഠിക്കാനല്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫോമുലാസൊക്കെ ഒരു ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ടിൽ ഒട്ടിക്കുക ഒക്കെ ചെയ്യാം. ഞാൻ ഷോർട്ട് നോട്ടാണ് പ്രിഫർ ചെയ്യാറ്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് നോട്ടായിട്ട് ലാസ്റ്റ് സമയത്ത് ആ ഷോർട്ട് നോട്ട് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആയി പോകില്ലല്ലോ. അപ്പം അങ്ങനെ ഷോർട്ട് നോട്ടായിട്ട് ഫോമുലാസൊക്കെ എഴുതിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇപ്പോൾ ചില ബുക്കിലൊക്കെ ടോപ്പിക് വൈസ് ഓർഡറിലായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി സുഖമാണ്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്സിൻ്റെ ഷോർട്ട് നോട്ട് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ തിയറീസ് ഒന്നും എഴുതി വെക്കരുത്. തിയറീസൊക്കെ നമ്മുടെ നോട്ടിൽ ഓൾറെഡി ഉണ്ടല്ലോ, ജസ്റ്റ് മറിച്ച് നോക്കിയാൽ മതി. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ സാറ് എടുത്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്, നമ്മുടെ മൈൻഡിൽ നല്ലോണം അറിയാം. അപ്പോൾ അതിങ്ങനെ ഇംഗ്ലീഷിൽ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് സ്കൂളിലുള്ള തിയറി എക്സാം അല്ലല്ലോ, ഒബ്ജക്റ്റീവ് അല്ലേ. സോ അത് സാറുമാർ പറയുമ്പോൾ കറക്റ്റായിട്ട് കേട്ടാൽ മതി. ആൻഡ് ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട്
അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് ഈ ബുക്കിൽ നിന്ന്, അടുത്ത ടോപ്പിക്ക് വേറെ ബുക്കിൽ നിന്ന്, ഈ ബുക്ക് പോരാ അടുത്ത ബുക്ക്. സോ നിങ്ങൾ ഓൾറെഡി ആദ്യം തന്നെ കറക്റ്റായിട്ട് ബുക്ക് തീരുമാനിക്കുക, ഏത് ബുക്കിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പം റിപ്പീറ്റേഴ്സിനൊക്കെ അത് സുഖമായിരിക്കും. റിപ്പീറ്റേഴ്സ് പുതിയതായിട്ടാണ്, അവർക്ക് ചിലപ്പോൾ ആരോടൊക്കെ ചോദിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ബുക്ക് ആദ്യം തന്നെ തീരുമാനിക്കുക. ഒരു ബുക്കിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിന് തീരട്ടെ. ഒരു ബുക്ക് തീർന്നിട്ട് അതിൽ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെ ബുക്സ് ഇങ്ങനെ ഒരുപാട് ബുക്സ് ലൈബ്രറി കയറുന്നു, ആ ബുക്ക് എടുക്കുന്നു, അത് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ ആ ബുക്ക് അവിടെ വെച്ചിട്ട് വേറെ ബുക്ക് എടുക്കുക, അത് ചെയ്യുക. ഇറ്റ്സ് എ റോങ് മെത്തേഡ്. സോ ഒരു ബുക്ക് ചൂസ് ചെയ്യുക, അതിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. തെറ്റിയ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കുക. എന്തെങ്കിലും സിമ്പലോ സ്റ്റാറോ വട്ടോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് പിന്നെയും നോക്കണം. അപ്പം എനിക്കൊക്കെ അത് യൂസായത് ലാസ്റ്റ് നമ്മുടെ റിവിഷൻ്റെ സമയത്ത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലെങ്കിലും ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ മൂന്നാഴ്ചയിലും വീക്ക് ടെസ്റ്റ് നടത്തിയിട്ട് ലാസ്റ്റ് അത് 3 കൂടി കൂട്ടിയിട്ടൊരു ഫുൾ ടെസ്റ്റ് നടത്തുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും.